അയ്യോ എന്റെ ഭഗവതി, ആകെ ഉണ്ടായിരുന്ന ഒരു ഇത്തിരി പൊന്നാ, അതും പോയല്ലോ. എന്റെ മൂക്കുത്തി കാണുന്നില്ലല്ലോ. ഞാനിത് എവിടെയാ തപ്പണ്ട്? അച്ഛാ, 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 എന്താ എന്റെ ഉണ്ണിമായ കരയണേ, പറഞ്ഞോളൂ. അച്ഛാ മൂക്കുത്തി വീണു പോയി. നീ മൂക്കുത്തിയാ വീണ്ടത്, നാക്കുകുത്തിയാ വീണ്ടത്. അങ്ങനെയായിരുന്നെങ്കിൽ ബാക്കിയുള്ളവന് ഇത്തിരി സമാധാനം ഉണ്ടായേനെ. അല്ല, മൂക്കുത്തി വീണിട്ട് മൂക്കിന്റെ പാലത്തിന് എന്തെങ്കിലും പറ്റിയോ? ആ മൂക്കുത്തി അല്ല, ദേ ഇവിടെ ഇത്തിരി പോകുന്ന ഒരു പൊന്നുണ്ടായിരുന്നല്ലോ മൂക്കുത്തി, അത് പോയിന്നാ പറഞ്ഞേ. ഒരു മൂക്കുത്തി അല്ലേ, അത് പോണെങ്കിൽ അങ്ങോട്ട് പൊക്കോട്ടെ, വേറെ മേടിക്കാലോ. പിന്നെ അംബാനി അല്ലേ പറയുന്നത്, ഇവിടെ ലക്ഷക്കണക്കിന് അടുക്കി വെച്ചേക്കോ പോകുമ്പോ മൂക്കുത്തി മേടിക്കാന്. എന്നെ ആ മൂക്കുത്തി ഞാൻ എങ്ങനെ മേടിച്ചത് അച്ഛൻ അറിയാവോ? എങ്ങനെയാ മോളെ? ഈ വരിക്കപ്ലാവിലെ ചക്ക ഞാൻ പറിച്ചെടുത്ത് അരിഞ്ഞ് വറുത്തുണ്ടാക്കിയ മൂക്കുത്തി അത്. ചക്ക വറുത്ത മൂക്കുത്തി ഉണ്ടാക്കാൻ പറ്റൂലേ? ഇതുപോലെ തളിഞ്ഞ കോമഡി പറയുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാനാ മോളെ, അച്ഛനൊരു ദരിദ്രനായി പോയില്ലേ, ഇത്രയൊക്കെ പറ്റൂ. അച്ഛൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല അച്ഛാ. ഈ വരിക്കപ്ലാവിലെ ചക്ക ഇനി അരിഞ്ഞ് ഞാൻ മൂക്കുത്തി ഉണ്ടാക്കും. എന്റെ മോള് അച്ഛനോട് പൊറുക്കണം. എന്താ അച്ഛാ? ഈ കാണാവുന്ന പ്ലാവിലെ ചക്കയെല്ലാം അച്ഛൻ വിറ്റിരിക്കണു. അച്ഛാ, അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ ആരോട് ചോദിച്ചിട്ട് ഈ പ്ലാവിലെ ചക്കയെല്ലാം വിറ്റത്? ഞാൻ ആരോട് ചോദിച്ചില്ല, അവരാ ഇങ്ങോട്ട് വന്ന് ചോദിച്ചത് ചക്ക കൊടുക്കാണ്ടോന്നേ. ഞാൻ കൊടുക്കാണ്ടെന്ന് പറയുകയും ചെയ്തു, അവര് കാശ് തരുകയും ചെയ്തു. കിട്ടിയ കാശിന് ഞാൻ പുട്ടടിക്കുകയും ചെയ്തു. അച്ഛാ, ഈ ചക്ക ആരെങ്കിലും മേടിക്കാൻ വന്നാൽ ഞാൻ അവരുടെ കൈ വെട്ടും. ഞാനിത് ആർക്കും കൊടുക്കത്തില്ല, കൊടുക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഇദ്ദേഹത്തിനാ മോളെ അച്ഛൻ ചക്ക വിൽക്കേണ്ടായത്. ഇതൊരു ചക്കക്കുരും കൂടെ ഒരു തോട്ടിയുണ്ടല്ലോ. അല്ല, മറ്റേ സാധനം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. പ്ലാവുമ്പോ അതിനെ ചാരി വെച്ചിട്ട് ഇദ്ദേഹത്തിന് ചക്ക കയറി പറിക്കാലോ. ഇത് കൊള്ളാച്ച സ്റ്റാൻഡേർഡ് കോമഡി. അപ്പൊ നന്നായി അംഗീകരിച്ചിരിക്കണു. മോളെ, ഈ കാണുന്ന ചക്ക മുഴുവൻ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ അറിയാമെങ്കിൽ ഇതിടാനും ഞങ്ങൾക്കറിയാം. ഈ ചക്ക ഇടുന്ന ഒന്ന് കാണണമല്ലോ. അല്ല മോളെ, ചക്ക ഇടുന്നത് കാണാനാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട, ഇച്ചിരി മാറി നിൽക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോ ചക്ക തലയിൽ വീണാലോ. അച്ഛാ, ആ സ്റ്റാൻഡേർഡ് അങ്ങ് പോയി കേട്ടാ. പിന്നെ ദാരിദ്ര്യം. അതെ, ഈ ചക്ക മുഴുവൻ വാങ്ങിച്ചാരാണെന്ന് അറിയാവോ? ജഗന്നാഥൻ തമ്പുരാൻ, ഞങ്ങളുടെ 6ാം തമ്പുരാൻ. 6ാം തമ്പുരാനല്ല 100ാം തമ്പുരാനല്ല, ഇതെല്ലാം ഓരോ ഒറ്റ ചക്കയൊക്കെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഉണ്ണിമായ സമ്മതിക്കില്ല. ഇവിടെ ഈ പെണ്ണുമ്പോൾ ഒരു തരത്തിൽ സമ്മതിക്കല്ല. ഇത് എന്ത് കഷ്ടം ഇത്. കാണിച്ചേ, ഇപ്പൊ കാണിച്ചേ. ജഗൻ, ശംഭോ മഹാദേവ. ജഗൻ, നീ എവിടെയാണ്? ഞാനിപ്പോ വടക്കേപ്പാട്ടെ അമ്മച്ചിപ്ലാവിന്റെ ഏറ്റവും മുകളിലത്തെ കൊമ്പിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ജഗൻ, ഇവിടെ ആകെ പ്രശ്നമാ. നീ ഇറങ്ങണം. നീ ഇറങ്ങിയാൽ എന്തെങ്കിലും നടക്കൂ. ഇറങ്ങണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ താഴോട്ട് നോക്കുമ്പോ തല കറങ്ങിയിട്ട് ഛർദിക്കാൻ വരികയാണ്. പിന്നെ ഞാൻ എങ്ങനെ ഇറങ്ങും? ജഗൻ, ഈ ഉണ്ണിമായ ചക്കയാ സമ്മതിക്കുന്നില്ല. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഈ പ്ലാവിൽ ആകപ്പാട് 4 ചക്കയേ ഉള്ളൂ. ഈ 4 ചക്കയും താഴെ വീണിട്ട് 5ാമതൊരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ നീ ഉറപ്പിച്ചു ഈ ജഗൻ താഴെ എത്തിയിട്ടുണ്ട് എന്നും അപ്പോൾ നിനക്ക് മനസ്സിലാകും. ഓക്കെ, അത് മതി. ജഗൻ വരുന്നുണ്ട്. ജഗൻ വരട്ടെ. ജഗനല്ലേ വരുന്ന, അല്ലാതെ ജയനൊന്നും അല്ലല്ലോ ഇങ്ങനെ നടന്ന് തുള്ളാന്. അവരൊക്കെ വലിയ വലിയ ആൾക്കാരാ. അച്ഛനൊരു പഴങ്കഞ്ഞിയാ, കൂടുതലൊന്നും സംസാരിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. പഴങ്കഞ്ഞിയുടെ കാര്യം പറഞ്ഞപ്പോഴാ നല്ല വിശപ്പ്. ആ പൂച്ച എടുത്ത് കുടിക്കുന്നതിന് മുമ്പ് ഇച്ചിരി കഴിച്ചിട്ട് വരാം. എന്താ വിശപ്പേ. എന്റെ ഭഗവതി, എന്റെ വരിക്കപ്ലാവിനെ കാത്തോണേ. ഒരു ജഗനും വിട്ടുകൊടുക്കല്ലേ എന്റെ വരിക്കപ്ലാവിലെ ചക്ക. എന്താ ഈ ചക്കപ്പറമ്പിലെ കാര്യം? ശംഭോ മഹാദേവ, ഇതെന്താ ഞാൻ ഈ കാണുന്നത്? പ്ലാവിലെ വരിക്കച്ചക്ക നേരിട്ട് ഭൂമിയിൽ അവതരിച്ചതാണോ? ഒരു ചക്ക കാണുമ്പോഴേക്കും അത് വെട്ടി നോക്കാതെ വരിക്കയാണോ കൂഴിയാണോ എന്നറിയാനുള്ള ഗ്രാഹ്യം ഉണ്ടോ മാഷിന്? അല്ല, ഈ ആടിന് തൂപ്പ് കെട്ടിയിടത്തില്ലേ തീറ്റ, പ്ലാവിന്റെ ഇല ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നില്ല, അതുപോലെയുള്ള അഴിഞ്ഞു വീണ കേശഭാരം. ചക്കയുടെ പുറന്തോടിലെ കൂർത്ത മുള്ളുകളെ പോലെ മൃദുലമാർന്ന മുഖകാന്തി എന്നൊക്കെ പറയണമെങ്കിലേ ഞാൻ പൊട്ടനായിരിക്കണം, കണ്ണുപൊട്ടൻ. ഇതേതാണ്ട് ഇടിമിന്നലേറ്റ ഒരു പ്ലാവിലെ ആർക്കും വേണ്ടാതെ, ഒരു വവ്വാലിന് പോലും വേണ്ടാതെ ചീഞ്ഞ നാറി ഊർന്ന താഴെ വീണ് മണിയനിച്ച് കൊത്തുന്ന ഏതോ ഒരു കുഴച്ചക്ക.
എന്റെ മോളെ ചെയ്തേ? ചക്ക 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 ചക്കയോ? ജഗ ആ. എന്താണ് പെൺകുട്ടി ചെയ്തത്? ഒന്നുമില്ല, ഞാൻ വെറുതെ ഒരു തമാശ. ഇയാളുണ്ടല്ലോ, ഇയാളെന്നെ കൂടച്ചക്കെന്ന് വിളിച്ചാ. ഭഗവതി, എന്താ തമ്പുരാനെ ഇത്? അങ്ങനെ വിളിക്കാവോ? അല്ല, കൂടച്ചക്ക തലയിൽ വീണിട്ടാണേ അവളുടെ അമ്മ മരിച്ചത്. എനിക്ക് സഹിക്കില്ലല്ലോ. ഓ, അത് നാം അറിഞ്ഞില്ല. പിന്നെ ആ. വെറുതെ ഒരു തമാശക്ക് വേണ്ടി പറഞ്ഞാണത്. ദേ, ഇനി നിങ്ങൾ വിചാരിക്കണ്ട, ഈ പ്ലാവിൽ നിന്ന് ഒരു ചോള പോലും നിങ്ങൾക്ക് ഞാൻ തരില്ല. ഉണ്ണിമായ പറയുന്നേ. കേട്ടില്ലേ? ഭീഷണിപ്പെടുത്തലാണ് കുട്ടിയുടെ. അതെ, ഈ ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. പോയിട്ടുണ്ടോ? അതെവിടെ? ബോംബെയില. ബോംബെയിൽ എവിടെ ശരിക്കും? അന്തേരിയുടെ അപ്പുറത്താ. അന്തേരിയുടെ അപ്പുറത്ത് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഈ തേനീച്ചക്കൂട് പോലെ താമസിക്കുന്ന സ്ഥലമാണോ? അതെ അതെ. അവിടെ ഞാനും പോയിട്ടുണ്ട്. അതിന്റെ പേരായിരുന്നു ധാരാവി. അറിയോ കുട്ടിക്ക്? ഈ ധാരാവിയിലെ ഒറ്റ രാത്രിയിൽ 2500 ചക്ക വിറ്റ് റെക്കോർഡ് ഇട്ടവനാണ് ഈ ഞാൻ. അയ്യോ, 2500 ചക്ക വെച്ച് ആ തമ്പുരാനാണോ? അതെ, ഒറ്റ രാത്രി കൊണ്ട്. ഒറ്റ രാത്രി. ആ തമ്പുരാനാ ഈ തമ്പുരാൻ. അതെ മോളെ, ആ തമ്പുരാനാ ഈ തമ്പുരാൻ. ഭഗവതി, എന്തായാലും എന്റെ മോക്ക് ഇഷ്ടപ്പെട്ടു എന്നാ തോന്നുന്നത്. തീറില്ലാണ്ട് കെട്ടിച്ചുവിടാൻ പറ്റിയാ മതിയായിരുന്നു. ജഗൻ, ജഗൻ. അതാരാവോ? ഇച്ചിരി പരിഷ്കാരിയാണല്ലോ മോളെ. Hi Jagan, how Hi. are you? I'm fine. Oh, really miss you ടാ നിന്നെ. കുറച്ച് തിരക്കിലായി പോയി. Oh, Jagan. സുഖമായിട്ടിരിക്കുന്നോ? Yeah. എന്ത് ഭംഗിയാണ് ഈ നാട്ടുമ്പുറം. അതിനേക്കാളും നല്ല ഇവിടുത്തെ തട്ടുംപുറമാണ്. വളരെ മനോഹരമാണ്. നമുക്ക് അങ്ങോട്ട് പോയാലോ? Naughty baby. Oh, wow. പ്ലാവ്. അയ്യോ, പ്ലാവ്. അയ്യോ, ഇതിനു മുമ്പ് പ്ലാവ് കണ്ടിട്ടില്ലേ? really? അയ്യോ, ഞാൻ first time. അല്ലേ, ഇത് പ്ലാവ അല്ലാതെ പ്രാവല്ല ഇങ്ങനെ നടന്ന് പറക്കാന്. ജഗാ. ഇവളെ ഞാനൊന്ന് പ്രാഗിക്കൊള്ളു. എന്റെ കാവിലെ പവതിയെ മുടിഞ്ഞ മോണേ ഇവള്. ഇവിടുത്തെ കുട്ടിയല്ലേ, അതാണ് ഇങ്ങനെയാണ്. അച്ഛനൊന്ന് ചോദിക്കാം, എന്താ സംഭവം എന്ന് ചോദിക്കല. അതെ തമ്പ്രാനെ, ഈ കൂടെ വന്നിരിക്കുന്നത് ആരാണാവോ? ഭാര്യയാണോ? അല്ല, ഇതെന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് പറയുമ്പോ? അതായത് ഫ്രണ്ടിന്റെ ഭാര്യ. ഓ, ഭഗവതിക്ക് ആ 101 തിരി ഞാൻ കത്തിക്കും. ഭാവിയിൽ എന്റെ ഭാര്യയാകും ആ തിരിയല്ല ഞാൻ അടയ്ക്കും. എന്നാണ് എന്റെ വിശ്വാസം. പക്ഷെ നടക്കണമെന്നില്ല. എന്നാ ഞാനൊരു കരിവിളക്കൂടെ കത്തിക്കും. നന്നായി. അല്ല, ഇപ്പൊ തമ്പ്രാൻ ഈ നാട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ ഈ കണിമംഗലത്ത് കാലുകുത്തിയത് വെറുതെ അല്ല. അതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ആദ്യത്തെ ഉദ്ദേശം എന്താന്ന് അറിയിച്ചാ എന്നെ കല്യാണം കഴിക്കാതെ. ഓ ഭഗവതി, നിങ്ങളുടെ ഉദ്ദേശം നടക്കില്ല. നിങ്ങളുടെ ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല. അല്ല, ഈ പക്കിയെ പിടിച്ചോണ്ട് വന്ന ഈ മനുഷ്യൻ ആരാണ് മനസ്സിലായില്ല? കുളപ്പുള്ളി ലീല. അല്ല, കുളപ്പുള്ളി അല്പം തമ്പുരാൻ. അല്പം തമ്പുരാനോ? അത് തിരുമേനെ കണ്ടപ്പോഴേ തോന്നി ഒരു അല്പനാണെന്ന്. നീ ഇവിടെ വന്ന് ഈ ചക്കയെല്ലാം എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ചക്കയെല്ലാം കൂടെ കൂട്ടിയിട്ട് ബോംബ് വെച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. പിന്നീട് അത് മാറ്റി. എന്നാ പിന്നെ നമുക്ക് ഈ ചക്കയിലെ കുരുവെല്ലാം കൂടെ ചുട്ടിട്ട് ഈ നാട്ടുകാർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബോംബ് വെച്ചതിന് തുല്യമാകൂലോ? എന്താ? ഇവനിവിടെ വന്നതിന് എന്തോ ഉദ്ദേശമുണ്ട്. കണ്ണുകളിൽ തളം കെട്ടിക്കിടക്കുന്നു. അത് ഇന്നലെ അടിച്ച 1/2 ലിറ്ററിന്റെയാ. വാക്കുകൾക്ക് സൂചിമുനിയുടെ മൂർച്ച. ചാത്തന്മാരുടെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അയ്യോ, തെറ്റി. തിരുമേനിക്ക് പാടെ തെറ്റി. ചാത്തന്നൂരല്ല മുഹമ്മദ് പ്രസാദ്. മുഹമ്മദ് പ്രസാദ് എന്ന് പറയുന്നത് ചേർത്തലയ്ക്കടുത്താണ്. അക്ഷേപം പറയില്ലേ? എന്റെ വാക്കുകൾക്ക് മൊത്തം താളം തെറ്റുന്നു. ഞാൻ പോകുന്ന ഫ്ലോ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. എന്താ വായി നോക്കി നിൽക്കുന്നത്? എന്തെങ്കിലും പറയൂ. പറയുന്നതെല്ലാം കുളവാകുന്നതുകൊണ്ടായിരിക്കും കുളപ്പള്ളി അൽപ്പൻ എന്നുള്ള പേര് വീണതല്ലേ? എടോ, അപ്പൻ എന്ന് പേരുള്ള തേർഡ് റേറ്റ് ചെറ്റെ 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ആഘോഷിച്ചുകൊണ്ടിരുന്ന ചക്ക മഹോത്സവം എന്ന ഉത്സവം നിർത്തലാക്കാൻ കാരണക്കാരൻ താനാണ്. ആ മുടങ്ങിക്കിടന്ന ഉത്സവം നടത്താനും ഉത്സവത്തിന് കൊടിയേറാനുമാണ് ജഗന്നാഥൻ ഈ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നത്. മനസ്സിലായോടോ അല്പം തമ്പുരാനെ? എന്റെ തറവാട്ട് മുറ്റത്ത് നിൽക്കുന്ന തേംവരിക്കയുടെ ചക്ക വെട്ടിക്കൊണ്ടു പോകാതെ നീ എങ്ങനെ ഇവിടെ ഉത്സവം നടത്തും? തമ്പുരാൻ, ഈ നാട്ടിലെ ജനങ്ങളുടെ സന്തോഷത്തിനും ഈ നാടിന്റെ ഐശ്വര്യത്തിനും വേണ്ടി തമ്പുരാൻ ഈ ഉത്സവത്തിന് സമ്മതിക്കണം. സമ്മതിക്കുക തമ്പുരാനെ. സമ്മതിക്ക്.
ഞാൻ മാത്രം സമ്മതിച്ചാൽ ഉത്സവം നടക്കില്ല. പിന്നെ ഈ പ്ലാവും ചക്കയെല്ലാം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ്. ഏത് ഡ്രസ്സിന്റെ കീഴിലാണെങ്കിലും അത് ഞാൻ എടുത്തോണ്ട് വരാൻ തമ്പ്രാൻ. ഏത് ഡ്രസ്സിന്റെ കീഴിലാണ് പറയൂ. ഡ്രസ്സല്ല, പിന്നെ? ട്രസ്റ്റ്. ഈ ട്രസ്റ്റിൽ ഞാൻ മാത്രമല്ല, എന്റെ സഹോദരി സുഭദ്രയും കൂടെയുണ്ട്. സുഭദ്രയുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്ലാവിൽ നിന്ന് നിങ്ങൾക്ക് ചക്കയിടാൻ പറ്റത്തുള്ളൂ. സുഭദ്ര ആരാന്നറിയാമോ? സിംഹമാണ്, ഗർജിക്കുന്ന സിംഹം. സുഭദ്ര ഇങ്ങോട്ട് വരിക. പറയാ. താനാണ് ഇവിടെ ചക്കിടാൻ വന്നത്. എടോ, ഈ കാണുന്ന എല്ലാ പ്ലാവിലെ എല്ലാ ചക്ക എന്താ പറിച്ചോ? ദേ ഇങ്ങടൊക്കെ എനിക്ക് ഉത്സവം നടത്താൻ ഒരു കുഴപ്പമില്ല. താൻ നടത്തിക്കൂടെ, എനിക്ക് സമ്മതം. ആഹാ, എന്റെ ഒപ്പം ഇങ്ങോട്ട് വന്നിട്ടേ. ഇവര് ഈ ചക്ക ഉത്സവം നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു ലാഭം എന്നറിയോ? ചക്ക ജ്യൂസ്, ചക്കത്തോരൻ, ചക്കരുവ, ചക്ക വരട്ടത്, അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ തിന്നാൻ കിട്ടുമെന്ന് അറിയാമോ? എന്റെ ഓപ്പക്ക് ഈ ഉത്സവം മുടക്കിട്ട് എന്ത് കിട്ടാനാണ്? എന്റെ സുഭദ്രയ്ക്കാരോ ചക്കയ്ക്കകത്ത് കൈവശം കൊടുത്തിരിക്കുന്നു. എന്റെ ആഗ്രഹം നശിപ്പിച്ചു. ഈ ഉത്സവം നടക്കട്ടെ, നടക്കട്ടെ. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, ചക്ക മഹോത്സവത്തിന് കൊടിയാണ് കേട്ടാ. അപ്പൊ നിക്കണ പ്രാവിലെ ചക്കയൊക്കെ അങ്ങോട്ട് പറിക്കും. వచ్చి ఆడుకో.